ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ആയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ. അതായത് നമ്മുടെ DME എക്സാം എഴുതിയിട്ട് എല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. സോ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്, DMEയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ് ആൻഡ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ DMEയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ മെയിൻ ലിസ്റ്റ് വരും. സോ അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സാം കുറച്ച് ടഫായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നമ്മുടെ കട്ട് ഓഫ് കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 39.67 ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിന് ഏറ്റവും താഴെ അവർ എഴുതിയിട്ടുണ്ട് ഒരു 30.67 മാർക്കാണ് നമ്മുടെ മെയിൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ മാർക്ക്. അതായത് അതാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിന് മെയിൻ ലിസ്റ്റിനകത്ത് മെയിനായിട്ടും 1805 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ശതമാനം പേര് നമ്മുടെ മെയിൻ ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു 1000-നകത്തൊക്കെയാണ് റാങ്കെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് തന്നെ ഉറപ്പിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ലിസ്റ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ പ്ലേസ്മെൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കയറിപ്പോവും, പ്ലേസ്മെൻറ്റായി പോവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റിൻ്റെ മാർക്കാണ്. ഇനി ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. ഇൻ്റർവ്യൂയുടെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, കാരണം അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് റിട്ടേൺ ടെസ്റ്റിൽ മാർക്ക് കൂടുതലറിയാം, പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ പുറകിലോട്ടായി കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് പിന്നെയും താഴെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്സാം ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് കളയാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. കാരണം നമ്മളിപ്പോൾ എഴുതുന്ന പോലെ അല്ലല്ലോ. ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് 5-6 പേരുടെ മുന്നിലിരുന്ന് നമ്മൾ ആൻസർ പറയാന്നുള്ളത് അത്രയും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല GK റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും. കാരണം DHS ഇൻ്റർവ്യൂവിൽ അങ്ങനെയായിരുന്നു. ഒരു 6 പേരൊക്കെ പാനലിലുണ്ടെങ്കിൽ നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് മാത്രമല്ല കറണ്ട് അഫയേഴ്സ് GK എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. സോ DMEയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ബേസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്പെഷ്യലൈസേഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ പറ്റിയായിരിക്കും. സോ അതൊക്കെ നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയാലേ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് മാർക്ക് അറ്റൻഡ് ചെയ്ത് കയറി വരാൻ പറ്റത്തുള്ളൂ. സോ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും റിട്ടേൺ ടെസ്റ്റിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടാണ് മെയിൻ ലിസ്റ്റിൽ മാർക്ക് വരുന്നത് കേട്ടോ. സോ രണ്ടിനും നമ്മൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള. റിട്ടേൺ ടെസ്റ്റ് കിട്ടിയല്ലോ മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് വന്നല്ലോ എന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഇൻ്റർവ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊരിക്കലും നമ്മൾ ബാക്കിൽ പോകാൻ പാടില്ല. ഒരു 1-2 മാർക്ക് ഡിഫറൻസ് വന്നതിന് നമ്മുടെ റാങ്ക് വളരെയധികം ചേഞ്ച് ഉണ്ടാക്കും. സോ ഇൻ്റർവ്യൂ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൻ്റെ ആ ഒരു വെയിറ്റിംഗ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിൽ ആരാ ഉള്ളത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആരാ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റിയല്ലോ. കട്ട് ഓഫൊക്കെ വളരെ കുറവാണ്. 40-ന് മുകളിൽ മാർക്ക് കിട്ടി എല്ലാവരും എന്തായാലും ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അപ്പിയർ ചെയ്യണം, DHSലെ കുട്ടികളുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ബാച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ചൊരു ഓറിയൻറ്റേഷൻ കിട്ടും. സോ ഫസ്റ്റ് ബാച്ച് കയറുന്നവർ നന്നായിട്ടൊന്ന് വെൽ പ്രിപ്പയർഡായി പോവുക. സോ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ DME ഇൻ്റർവ്യൂ, പിന്നെ വെരിഫിക്കേഷൻ, മെയിൻ ലിസ്റ്റ്, ഇതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു അഗൈൻ.